രാവിലെ എവിടെ പോണ? രാവിലെ എവിടെ പോണ? രാവിലെ ഞാൻ ഒരു സ്ഥലം വരെ പോണെന്നേ. നിനക്ക് എന്നൊന്നും ഇത് തന്നെ വേല. ഇന്നൊരു ആവശ്യമുണ്ട്, ആവശ്യത്തിന് പോണത്. സാധാരണ ആവശ്യമല്ല, ഇന്നൊരു ആവശ്യമുണ്ട്, അങ്ങനെ പോണത്. നീ എന്ന് പോണാ? എന്ന് പോണാ? ഇല്ല, ഇന്നൊരു ആവശ്യമുണ്ട്, ഒരു ആവശ്യത്തിന് പോണ്. എന്തൊരാവശ്യം? അത് ഒരു കൊച്ചിന് ഒരു ചികിത്സാ സഹായമുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ പോണ്. നീ മാത്രോ? ഞാൻ പോണ്, ഞാൻ കൊച്ചിനെയും കൊണ്ടുപോണ്, പിന്നെ നിങ്ങളെ മോനും വരും. നീ ആരെയാ സഹായിക്കാൻ? അമ്മ, ഞാൻ ആരുമല്ല, പക്ഷെ നമുക്ക് ഒരാളെ സഹായിക്കാൻ നമുക്ക് പറ്റിയാൽ നമ്മൾ ആവണ രീതിയിൽ സഹായിക്കണം. എന്ത് സഹായം? സഹായം എന്ന് പറയുന്നത്, ഒരു കുഞ്ഞിന് വയ്യ കേട്ടോ, ആ കൊച്ചിന് വയ്യ. അപ്പൊ അവന് വലിയൊരു തുക വേണം അവന്റെ ഓപ്പറേഷന്. അപ്പം അതിന് നമ്മൾ എന്ത് ചെയ്യും? ഞാൻ പോയി ആ കൊച്ചിന്റെ, ഇപ്പൊ നമ്മൾ നിങ്ങളെ ഫോട്ടോ പിടിക്കൂലേ, ഫോട്ടോ പിടിക്കുന്ന പോലെ ആ കൊച്ചിന്റെ ഫോട്ടോ എടുത്ത് എല്ലാവർക്കും കാണിച്ചു കൊടുക്കുമ്പോ കഴിയുന്ന ആൾക്കാർ സഹായിക്കും. എന്തൊരു സഹായം ചെയ്യും? പറയാം. ആ ആൾക്കാർ പൈസ ആയിട്ടൊക്കെ കൊടുക്കും അമ്മ. ഇപ്പൊ ഇത്രയും വലിയ തുക വേണ്ടേ, നല്ലൊരു വലിയ തുക വേണ്ടേ ഓപ്പറേഷന് വേണ്ടിയിട്ട്? 35 ലക്ഷം രൂപയാണെന്ന് തോന്നുന്നു. അപ്പോ ഇത്രയും വലിയൊരു തുക ഓപ്പറേഷന് വേണം. അപ്പം നമ്മൾ കഴിയുന്ന സഹായം നമ്മൾ ഇങ്ങനെ, ഇപ്പൊ എന്നെ എല്ലാവർക്കും അറിയാമല്ലോ, അപ്പൊ ഞാൻ ഈ ഫോട്ടോ പിടിച്ച് എല്ലാരും അറിയിച്ചു കൊടുക്കുമ്പോ അവരെന്ത് ചെയ്യും? അറിയുന്നവര് പൈസ കുറേശ്ശെ അയച്ചു കൊടുക്കും. അപ്പൊ ആ കൊച്ചിന് എല്ലാവരും കൂടെ അയച്ചു കൊടുക്കുമ്പോ നിറയെ പൈസയാവും. അപ്പൊ അതിന് ഓപ്പറേഷൻ ചെയ്യാനാവും. മനസ്സിലായാ? നിനക്ക് വേറെ വേലയില്ലേ? നിനക്ക് നടക്കണം. അമ്മ, നമ്മക്ക് ഇപ്പൊ ഇതൊക്കെയാണ് എന്റെ ജോലി. ഇതൊക്കെ എന്റെ ജോലി. ഓ, ഇതാണ് എന്റെ ജോലി. ഇപ്പം നമ്മുടെ ജോലി ഇതൊക്കെയാണ്. നമ്മൾ എപ്പോഴും ആശുപത്രിയിലല്ലേ അമ്മ. ഒരു ആശുപത്രി ഇപ്പം ആ കൊച്ചിന്റെ സാഹചര്യം ഏതമ്മ മനസ്സിലാക്കുന്നതിനെക്കാട്ടി നന്നായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം എന്താണ്? ഞാൻ എവനെയും കൊണ്ട് നടന്നത് ചില്ലറക്കല്ല. അപ്പം എനിക്കത് മനസ്സിലാവും. മനസ്സിലായാ? അവന് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യണോടാ. അപ്പം അവന്റെ ഡോണർ അവന്റെ അമ്മ തന്നെയാണ് ഡോണർ. അവന്റെ അമ്മ ലിവർ നമ്മുടെ ശരീരത്തിൽ വളരെ. ഉച്ചക്ക് എന്തോരുണ്ട്? ഉച്ചക്ക് നിങ്ങൾ കഴിക്കോ? ഞാൻ ചോറ് തിന്നൂല. പിന്നെ എന്തിനു ചോദിക്കണ? ഞാൻ തിന്നൂല. തിന്നൂലല്ല, പിന്നെ എന്തിനാണ് ചോദിക്കണ? തിന്നൂല. ആ തന്നല്ല. ഇപ്പൊ രാത്രിയിലത്തേക്കുള്ളതെല്ലാം ഞാൻ വെച്ചിട്ടുണ്ട്. ഞാൻ പോയിട്ട് ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കും വരും. ഞാൻ പോട്ടാ, സമയമില്ല. പോയിട്ട് ഇതേ നമ്മ കാണും, കണ്ട് എന്താണെന്ന് നോക്കും, അന്വേഷിക്കും. നമുക്ക് ചെയ്യാൻ പറ്റുന്ന സഹായം നമ്മൾ ചെയ്യും. അതിൽ ചിലപ്പോൾ അവർക്ക് സർജറിക്ക് ആ ഓപ്പറേഷനുള്ള പൈസ കിട്ടും. അത് മതി, നമുക്ക് അതാണ് വേണ്ടത്. നമ്മളിപ്പോ ചെന്ന് കാണുന്നത് കൊണ്ട്, നമ്മളിപ്പോ ചെന്ന് കണ്ട് അവരുടെ എല്ലാ കാര്യങ്ങളും ഒക്കെ എടുക്കണോണ്ട് നമ്മൾ അറിയുന്നവര് അവരെ മാക്സിമം സഹായിക്കുമല്ലോ. ഈ കാണുന്ന ആൾക്കാരെല്ലാവരും സഹായിക്കല്ലേ. അപ്പൊ അത് അവർക്ക് വലിയൊരു അനുഗ്രഹമാവല്ലേ. മനസ്സിലായാ? പണ്ട് ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു. പണ്ടില്ല. പണ്ട് ഇത്രയും ഫോണുണ്ടോ? അന്ന് ഇത്രയും ആൾക്കാരൊക്കെ കാണാനുണ്ടോ? ഇല്ലല്ലോ. അന്ന് ആകെ ഒരു കുഞ്ഞു ഫോണല്ലേ ഉള്ളൂ. ആ ഫോണിൽ എന്തെങ്കിലും വന്ന് ആരെങ്ങനെ അറിയും? ഇന്ന് അങ്ങനെ അല്ലല്ലോ. ഇന്ന് നമ്മുടെ കയ്യിൽ വലിയ ഫോണുണ്ട്. ആ ഫോണിൽ പിടിച്ചിടുമ്പോ ലോകം മുഴുവൻ കാണുന്നുണ്ട്. അപ്പൊ സഹായിക്കാൻ പറ്റുന്നവര് സഹായിക്കുന്നുണ്ട്. മനസ്സിലായാ? എന്ത് മനസ്സിലായി? അപ്പൊ ഇങ്ങനെ ഇങ്ങനെയാണ്. ഇതിനെ പറഞ്ഞ് മനസ്സിലാക്കണ നേരം ഉണ്ടെങ്കിൽ ഭഗവാനെ, ഒന്നും അമ്മയ്ക്ക് അറിയത്തില്ല. ഈ കാണുന്നാരെങ്കിലും വിചാരിക്കും ഇവരെന്ത് ഇനി പറഞ്ഞു പറയിക്കണാണെന്ന് തോന്നുന്നു. അല്ല, അമ്മയ്ക്ക് സംശയങ്ങളാണ് ഇതൊക്കെ. കാര്യം അമ്മയ്ക്ക് ഇതൊന്നും അറിഞ്ഞൂടാ. ഇപ്പോഴും എന്താണ് നടക്കണേന്നൊന്നും ഒരു പിടിയുമില്ല. അപ്പൊ ഞാന് ആക്ച്വലി ഒരു ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ഒരു അമ്മയും കുഞ്ഞിനെയും കാണാനായിട്ട് പോവാണ്. കുറച്ച് ദൂരെയാണ്. എനിക്ക് വന്നൊരു കോളിൻ പ്രകാരമാണ്. അപ്പൊ ഞാനിപ്പോ അങ്ങോട്ട് പോകുവാണ്. പോയിട്ട് അവിടുത്തെ എന്താണ് കണ്ടീഷനും അവസ്ഥകളൊക്കെ നോക്കിയിട്ട് ഒരു വീഡിയോ ചെയ്യണം. കാരണം എൻ്റെ ചാനൽ കാണുന്ന, എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാ പേരും ഷെയർ ചെയ്ത് മാക്സിമം എല്ലാ പേരിലും എത്തിക്കണം. എന്നിട്ട് ആ കുഞ്ഞിന് കിട്ടുന്ന സഹായം എന്താന്നുള്ളത് അത് കിട്ടണം. അപ്പൊ അതിനായിട്ട് ഞാൻ പോവാണ്. അമ്മയെ ബാക്കി വന്നിട്ട് പറഞ്ഞ് മനസ്സിലാക്കാം. ഇപ്പൊ പറഞ്ഞാൽ എനിക്കും മനസ്സിലാവൂല. സമയവും പൊക്കോണ്ടിരിക്കുന്നു, പെട്ടെന്ന് എത്തണം. അപ്പൊ കുഞ്ഞി പെണ്ണിന് ഇച്ചിരി വയ്യായികളുണ്ട്. അവൾ ഇച്ചിരി വാശിയാണ്, താമസിച്ചു പോയെ. പിന്നെ നന്ദപ്പന് സ്കൂളില്ല. അപ്പൊ അവന്റെ സ്കൂളിൽ എന്തോ
കേക്കിറ്റോ അങ്ങനെ എന്തോ ഒരു എക്സാം നടക്കുന്നുണ്ട്. സ്കൂളില്ല. അതെ എക്സാം. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇവനെയും കൊണ്ടുപോകാന്ന് വിചാരിച്ചു. അവനും കണ്ട് പഠിക്കട്ടെ എന്താണ് സാഹചര്യം എന്നുള്ളത്. കേറ്. ഞാൻ പോകുന്നത് നെടുമങ്ങാടിലോട്ടാണ്. അപ്പം അമ്മയോട് നെടുമങ്ങാടെന്നൊന്നും പറഞ്ഞിട്ട് അമ്മയ്ക്ക് മനസ്സിലാവില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അവിടെ വിശദീകരിച്ച് അധികം ഒന്നും പറയാൻ നിൽക്കാത്ത. ഞാനും നന്ദപ്പനും ചേട്ടനും കൂടി ഇതെങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. എൻ്റെ വീടിൻ്റെ നടവഴിയെ പോണേ. അപ്പോൾ അമ്മയുണ്ട് അവിടെ. എല്ലാവരും ഇന്നലത്തെ വീഡിയോയിൽ ചോദിച്ചിരുന്നു ഉമ്മയുടെ അമ്മയ്ക്ക് സുഖമാണോ, ഉമ്മയുടെ അമ്മയെ കാണാനില്ലല്ലോ. അമ്മ ഇവിടെ ഇരുമ്പയിലെ വീട്ടിലാണ്. അമ്മ അവിടെയാണ് കംഫേർട്ട് അമ്മയ്ക്ക്. മോൻ്റെ കൂടെ നിൽക്കുന്നുണ്ടാവാം മേ ബി. അപ്പൊ അതുകൊണ്ട് അമ്മ വരുമ്പോഴാണ് വീഡിയോയിൽ ഉൾക്കൊള്ളുന്നത്. കുറേ പേര് ഇന്നലെ നമ്മൾ കൊട്ടാരക്കര പോയ വീഡിയോയിൽ ഉമ്മയുടെ അമ്മയും കൂടി കൊണ്ടുപോകായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞല്ല. പിന്നെ വേറൊരു കാര്യം, ഇനി അമ്മ എൻ്റെ കൂടെ ആണെങ്കിലും അമ്മയ്ക്ക് വരാൻ പറ്റില്ല. അമ്മ നമ്മള് മണ്ണാർശാല കൊണ്ടുപോയി ഒരു വട്ടം. ഞാനുണ്ടായിരുന്നില്ല, ചേട്ടനും മോനും പിന്നെ കുറച്ച് 1-2 ഫാമിലി മെമ്പേഴ്സായിട്ട് പോയി. അമ്മ അവിടെ തൊട്ടും അറ്റം വരെ ഛർദിലായിരുന്നു. അങ്ങോട്ട് പോയപ്പോൾ വലിയ ശല്യമില്ലായിരുന്നു. ഇങ്ങോട്ട് വന്നപ്പോൾ വണ്ടി നിർത്തി ഛർദിച്ചാ വന്നത്. അപ്പൊ അതുകൊണ്ട് അമ്മയ്ക്ക് അതിനുശേഷം ഇപ്പൊ ഇവിടെ ഈസ്റ്റ് ഫോർട്ട് ആണെങ്കിൽ പോലും അമ്മയ്ക്ക് വണ്ടിയിൽ കാറിലൊന്നും പോകാൻ പറ്റൂല. ഛർദിക്കും. ഓട്ടോറിക്ഷ കുഴപ്പമില്ല, ഛർദിക്കും. അപ്പൊ അതുകൊണ്ട് അമ്മ ഉണ്ടെങ്കിലും കൊണ്ടുപോകാൻ പറ്റില്ല. ഞാൻ കമന്റിന് റിപ്ലൈ ഇടാൻ പറ്റിയില്ല. കുറച്ച് കമന്റ് കിടപ്പുണ്ട്. ഒന്നിനും ഇടയ്ക്ക് കാണുന്നതിനാണ് റിപ്ലൈ ഇടുന്നത്. നമ്മളതേ കാച്ചാണി എത്തി. ഇതുവഴിയാണ്. ഇപ്പൊ അറിയാമല്ലോ, നെടുമങ്ങാട് റൂട്ട് പോകുന്നവർക്ക് അറിയാം, വണ്ടി തിരിച്ചു വിടുന്നത് കാച്ചാണി ഇരുമ്പ വഴിയാണ്. അപ്പൊ അതെങ്ങനെ പൊക്കോണ്ടിരിക്കുവാണ്. പിന്നെ പറയാനായിട്ട് എടുത്തത് വീടിന്റെ അങ്ങോട്ട് മെയിൻ റോഡ് വഴി പോകണം. അമ്മ നോക്കിട്ട് വരുമ്പോ പറ്റുന്നേ കാണാം. മെയിൻ റോഡ് വഴി പോകും. അലഞ്ഞ് നടക്കില്ല. അപ്പച്ചി അങ്ങ് പോയിട്ട് തിരിച്ചങ്ങ് പോയല്ല. ഞാൻ കണ്ടായിരുന്നു, ഫോൺ വിളിച്ചായിരുന്നു. തിരിച്ചു വീട്ടിൽ പോയി. ഇപ്പൊ കുറച്ചു മുമ്പ് എന്നെ വിളിച്ചതേ ഉള്ളൂ. അങ്ങനെ പിന്നെ വേറെ എന്നാ ഉണ്ട് വിശേഷം? ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നൊരു വീഡിയോയില് 1-2 എൻക്വയറി ഉണ്ടായിരുന്നു, ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമോ എന്ന് പറഞ്ഞിട്ട് 1-2 പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് പോകാൻ പറ്റിയ സാഹചര്യമായിരുന്നില്ല. ഇപ്പോൾ ഈ കുഞ്ഞിൻ്റെയൊക്കെ ആക്കുമ്പോൾ ഭയങ്കര സങ്കടമാണ്. ഞാൻ പറഞ്ഞില്ല, നമുക്ക് മറ്റൊരാൾക്ക് വെളിയിൽ നിന്ന് ഒരാൾക്ക് മനസ്സിലാവുന്നതിനെക്കാട്ടിയും കൂടുതൽ എനിക്കത് മനസ്സിലാവും. അത് കേൾക്കുമ്പോൾ ഇന്ന് ദൈവാനുഗ്രഹം കൊണ്ട് നമുക്ക് അവനെ ട്രീറ്റ് ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ട്. നാളെ എന്താവും അറിയത്തില്ല. കഴിഞ്ഞതും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അതൊക്കെ കൊണ്ട് നമുക്ക് ഉള്ളതിൻ്റെയും ഇല്ലാത്തതിൻ്റെയൊക്കെ ആ ഒരു വേദന അറിയാന്നുള്ളത് കൊണ്ട് അത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമാണ്. എന്തായാലും പോട്ടെ, പോയിട്ട് ബാക്കി നമുക്ക് ശേഷം കാണാം. ഇത്തിരി ദൂരമുണ്ട്. പിന്നെ നന്ദപ്പനൊരു ന്യൂ എക്സ്പീരിയൻസ് ആണ്. നമുക്ക് ആരെങ്കിലുമൊക്കെ വേണ്ടേ? നമ്മൾ ഇതൊക്കെ കണ്ട് നമ്മുടെ കുഞ്ഞുങ്ങള്, ഈ ന്യൂ ജനറേഷൻ കുട്ടികൾ ഇതൊക്കെ കണ്ട് വളർന്നിരുന്നാൽ മാത്രമേ നാളെ ഇവർക്ക് നന്മയുള്ള കുട്ടികളായിട്ട് വളരാൻ പറ്റുള്ളൂ. എല്ലാം തികഞ്ഞ കുട്ടികളെന്നൊരു ഫീല് വരുന്നതിനെക്കാട്ടി ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ഒക്കെ കണ്ടതിന് എവിടെ വളരണം. അതുകൊണ്ടാണ് നന്ദപ്പനെ കൂടി കൂട്ടിയത്. പിന്നെ അവനറിയാലോ നിങ്ങൾക്ക്, അവന് പ്രായത്തിനെക്കാട്ടി ഇച്ചിരി മെച്ചൂരിറ്റി കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് അവന് ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് ഇഷ്ടമാണ്. അവന് പോയിട്ട് വരാം. സ്ട്രെയിറ്റ് പോവാ. എന്റെ വീടും കൂടെ കാണിച്ചു തന്നിട്ട് പോവാം. ഇപ്പൊ നമ്മള് വീട്ടിൽ തിരിച്ചു വരുമ്പോ നോക്കട്ടെ. കണ്ടോ, ഇവിടെ നിന്ന് റൈറ്റ് ആണ് എന്റെ വീട് കേട്ടോ. കണ്ടതാ, ഈ പോകുന്ന ഇതാണ് അമ്മയുടെ വീട്. ഇവിടുന്ന് കാണാൻ പറ്റില്ല, മരങ്ങളുള്ളതുകൊണ്ട് കാണാൻ പറ്റില്ല നമുക്ക്. ഇപ്പൊ അമ്മ അപ്പച്ചിയുടെ വീട്ടിൽ നിന്ന് അങ്ങോട്ട് പോയിട്ടേ ഉള്ളൂ. അപ്പച്ചിയുടെ വീട്ടിൽ പോയിട്ട് ആ ഫോൺ വിളിക്കുന്ന, ഫോണില്ലാത്തതുകൊണ്ട്. ഫോൺ 2-3 എല്ലാം പോയിട്ട്. ഇതാണ് അപ്പച്ചിയുടെ വീട്. കണ്ടോ, കണ്ടോ, ഇതാണ് വേറൊരു വീട്. വീടുകളൊക്കെ കാണിച്ചു. ഇതാണ് വീടല്ലേ? അത് കുഴപ്പമില്ല. പായലും അതെ, ഞാൻ പോകുമ്പട്ടനെയും കൂടെ പൊട്ടിച്ചു തിന്നോ? ഇനി വാ, ചോദിക്കട്ടെ. ഇവിടെ കയറി ഒളിച്ച് നിങ്ങളുടെ ഭയങ്കര എന്തിനാണ് ആന്റി വന്നേന്നറിയോ? എന്തിനു വന്നേ അറിഞ്ഞൂടെ? ഇതാര്? ഇതാരടാ? ഒരു ചേട്ടൻ. കണ്ണിന് മഞ്ഞ കളറുണ്ടല്ലേ? വ്യത്യാസം ഉണ്ടല്ലേ?
നല്ല പച്ച കളറാണ്. ആ കളറ് അറിയാൻ പറ്റും. ഇച്ചിരിയേ ഉള്ളൂ അല്ലേ ആള്. SAT പോകുമ്പോഴാണ് പേടി. അത് അത്ര ഇഷ്ടമല്ല. കാരണം ഫിസിക്കൽ കൂടെ അറിയാത്തിട്ട് തിരുക്കി വയറൊക്കെ തന്നെ. ഭയങ്കര പേടിയുണ്ട്. വേറെ വലിയ വീക്കൊന്നും ഇല്ലല്ലോ, ചെറിയൊരു വീക്കല്ലേ ഉള്ളൂ. അല്ല അതിപ്പോ ആ മെഡിസിൻ കൊടുത്തിട്ട് കുറച്ച് ദിവസം കൊണ്ട് ഇത്തിരി കുറഞ്ഞു. കുറഞ്ഞു നിൽക്കാണല്ലേ. ഒന്നും പറയല്ലേടാ. അച്ഛൻ എന്ത് ചെയ്യാ? പെയിന്റിങ്ങോ? ആ ആ. അവള് സ്കൂളിൽ പോയോ? ആ വാർഷിക ഡാൻസും പ്രാക്ടീസ് ഒക്കെ ആയിട്ട്. ആണല്ലേ. എന്തോ ഇപ്പൊ എങ്ങനെ എന്നത്തേക്കാ പറഞ്ഞേക്കണേ സർജറി ഒക്കെ? പക്ഷെ അവര് നേരത്തെ ഡേറ്റ് ഇട്ട് തന്നിട്ടല്ലേ നമ്മള് പൈസ നമ്മളടുത്ത് പറയുമ്പോൾ ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങളടുത്ത് പൈസ അടയ്ക്കുന്നുണ്ട്. പൈസ റെഡി ആയി കഴിഞ്ഞാൽ അവര് പറയും എന്നത്തേക്ക് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ഒരു ഡേറ്റ് അവരും പറയും. നമുക്ക് ചിലപ്പോൾ അടുത്ത ആഴ്ച ചെയ്യാം, അല്ലെങ്കിൽ അടുത്ത മാസം ചെയ്യാൻ പറയുന്നത് അവര് പൈസ റെഡി ആയി എന്ന് പറയുമ്പോൾ അവര് തന്നെ പിന്നെ ഡേറ്റ് അത് ചോദിക്കുന്നുണ്ട്. റെഡി ആയി. എത്ര ലക്ഷം രൂപ പറയണേ? 25 അവര് പറയുന്നത്. കോംപ്ലിക്കേഷൻ ഇല്ലാതെ. കോംപ്ലിക്കേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവര് 35 ലക്ഷം 10 ലക്ഷം അഡീഷണൽ ആവും. ജോലിയില്ലേ? ആണല്ലേ. ഇന്നലെ ജോലിക്ക് പോയി. ഇപ്പൊ പത്രത്തിൽ കൊടുത്തായിരുന്നു. മനോരമ പത്രത്തിൽ നമുക്ക് വന്നു. അപ്പൊ അത് കാനറ ബാങ്കിൽ വെച്ചിട്ടാണ് കൊടുത്തത്. അതിലിപ്പോ എന്താ ലിമിറ്റ്? നമുക്ക് അറിയത്തില്ല. UPI 2000 വഴി ലിമിറ്റ് ഉള്ളൂ. ഞാൻ ചോദിച്ചിട്ടാണ് ഞാൻ അവരടുത്തൊക്കെ പറഞ്ഞു ഇതിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ടാണ് ചെയ്തത്. ഇപ്പൊ വിളിച്ചു പറഞ്ഞാൽ അവര് മറ്റേ ഗൂഗിൾ പേയുടെ സ്കാനർ QR കോഡ് സ്കാനർ. UPI കൊടുത്താലുള്ള ഒരു നമ്മളിപ്പോ ഞാൻ ചെയ്യുമ്പോഴും UPI കൊടുക്കാൻ പോണില്ല. പേരെന്താ? ഇപ്പൊ പറയുന്ന അവർ ചെന്ന സ്കാനർ തരാം. യുവാൻ. എത്രാം ക്ലാസ് പഠിക്കുന്നത്? ഒന്നില്. ഏത് സ്കൂളാ? പലയുമുട്ട. എത്ര വയസ്സായി എനിക്ക്? 6 വയസ്സായി. വർഷോ മെയില് സ്കാനിങ് പറഞ്ഞിട്ട് ആ സ്കാനിങ് ചെയ്തപ്പോഴാണ് പറഞ്ഞത് ഇവൻ എന്താ ആക്ച്വലി ഇവൻ എന്താ പ്രശ്നം എന്തുവാണ്? ബ്ലോക്കുമാണ്. അതിന്റെ വെയിൻസ് എല്ലാം കറക്റ്റ് ഫോം ചെയ്ത് വന്നിട്ടുമില്ല. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്കും ഈ ബിൽറൂബിൻ പുറത്ത് പോവാതെ ലിവറിൽ തന്നെ കെട്ടിക്കിടന്ന് ഈ ലിവർ ഇങ്ങനെ സൈസ് കൂടി വരികയാണ്. വലുതാകുന്ന അവസ്ഥ. വലുതായിട്ട് അങ്ങനെ തന്നെ വന്നു. പിന്നെ ആയപ്പോഴത്തേക്കും ഓരോ ദിവസം കഴിയുമ്പോഴും കണ്ടീഷൻ കൂടി വന്നപ്പോഴത്തേക്കും അടുത്തുള്ള ഓർഗൻസിനും കൂടെ ഇതിന്റെ പ്രഷർ കൊണ്ടിട്ട് ആ ഒരു ബിൽറൂബിൻ തിരിച്ച് ബാക്ക് ഫ്ലോ വരാൻ തുടങ്ങി. പുറത്തോട്ട് പോവാതെ ഇത് ബാക്ക് ഫ്ലോ ലിവറിൽ കൂടെ മാത്രം പോകുന്നുണ്ട്. അപ്പം അത് അങ്ങനെ അധികം പോയി കഴിഞ്ഞാലും പ്രശ്നം അതാവുന്നില്ല, അത് കംപ്ലീറ്റ് ആവില്ല. അങ്ങനെ പിന്നെ ആയപ്പോഴത്തേക്കും സർജറി ചെയ്യാന്ന് പറഞ്ഞു. സർജറി ചെയ്ത് ഈ ബ്ലോക്ക് മാറ്റാൻ പറ്റുന്നതാണെങ്കിൽ ഞങ്ങൾ ബ്ലോക്ക് മാറ്റിയില്ല. ഇല്ല ഒന്നും ചെയ്യാൻ പറ്റൂലെങ്കിൽ നമ്മൾ ഒന്നും ചെയ്ത് തിരിച്ച് ഇതുപോലെ തന്നെ ചെയ്ത് വെക്കും, സിസറും ചെയ്ത് വെക്കും എന്ന് പറഞ്ഞിട്ടാണ് ഇവർ വിട്ടത്. അന്ന് സർജറി ചെയ്തതിനു ശേഷം പറഞ്ഞു ശരിയാകത്തില്ല, ട്രാൻസ്പ്ലാന്റ് ചെയ്യണം. അതിനിപ്പം വൺസ് ഒരു സർജറി അവിടെ കഴിഞ്ഞു. SIT സർജറി ചെയ്തു. അത് ഓപ്പൺ ആയിരുന്നു, ഓപ്പൺ സർജറി ആയിരുന്നു. കുഴപ്പമില്ല, ഇപ്പൊ നോർമലാണ് എന്നൊക്കെ പറഞ്ഞു വെച്ചിരുന്നു. സ്കാനിങ് ഒക്കെ ചെയ്തു അതിന്റെ റിപ്പോർട്ട് ഇപ്പോഴത്തെ ഡോക്ടർമാർ കാണിച്ചിട്ടും പറഞ്ഞു. പിന്നെ ഇടയ്ക്ക് അതിനുശേഷം വാക്സിൻ ഒക്കെ താമസിച്ചാണ് എടുത്തത്. അപ്പം ഈ 2 മരുന്നും കൂടെ ആയപ്പോഴത്തേക്ക് അവന് ഇടയ്ക്ക് പിന്നെ UTI ഒക്കെ വന്ന് പിന്നെ അഡ്മിറ്റ് ആയി. ആ സമയത്തും പറഞ്ഞ് അങ്ങനെ എന്തെങ്കിലും ഇൻഫെക്ഷൻ അടിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഈ അസുഖം കൊണ്ട് കൂടുമ്പോഴത്തേക്കും പെട്ടെന്ന് ചെയ്യണം എന്നുള്ളത്. പിന്നെ ആ ഇൻഫെക്ഷൻ കുറയുമ്പോഴത്തേക്കും ഇവൻ വീണ്ടും ഓക്കെ ആയിട്ട് അപ്പൊ പറഞ്ഞ് ചെക്കപ്പ് ചെയ്യുമ്പോൾ പറയും ഇനി 2 വയസ്സ് വരെ നമുക്ക് നോക്കാം. 2 വയസ്സായപ്പോൾ പിന്നെ ഓക്കെ ആയി. പിന്നെ പറഞ്ഞു ഒരു 6 വയസ്സ് വരെ 4 വയസ്സ് അങ്ങനെയൊക്കെ നോക്കാന്ന് പറഞ്ഞിട്ട് ഓരോ വർഷം ഇവര് നീട്ടി ഓക്കെ ആണെന്ന് പറഞ്ഞു. എങ്കിൽ 14 വയസ്സ് വരെ നമുക്ക് നോക്കണം. ഇപ്പൊ കുറച്ച് ഈ കൊറോണ ഒക്കെ വന്ന സമയത്തും ഇവന് വേറെ അസുഖമൊന്നും വന്നിട്ടില്ല. നല്ല ഇതായിട്ട് നിൽക്കായിരുന്നു. എനിക്കിപ്പോ തന്റെ വിഷമം കേൾക്കുമ്പോ ഒരു വിഷമമായിട്ട് തോന്നൂല. അത് നമ്മൾ ഇത്രയും ബോൾഡായിട്ട് കേട്ടോണ്ടിരിക്കുന്ന കാര്യം നമ്മൾ ഇതിന്റെയൊക്കെ 100 മടങ്ങ് അനുഭവിച്ച് കഴിഞ്ഞിട്ട് ഇനി നമുക്കൊന്നും ഇല്ല അനുഭവിക്കാൻ ഭൂമിയിൽ. നമ്മൾ എല്ലാ വേദനയും അനുഭവിച്ച് കഴിഞ്ഞ വ്യക്തികളാ.
അപ്പൊ എനിക്കതുകൊണ്ട് ഇത് നിങ്ങൾ പറയുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. പിന്നെ ഈ തിരിച്ചു കിട്ടില്ല എന്ന് പറയുന്നത് ദൈവത്തിന്റെ കയ്യിലാണ്. ഡോക്ടർമാരാണ് ദൈവം. അല്ല, ഡോക്ടർമാരാണമ്മ ദൈവം. കാരണം നമ്മളിപ്പം ദൈവത്തിന് ഭൂമിയിൽ ഇറങ്ങി അവർക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റൂലല്ലോ. അവരൊരു പവർ കൊടുത്ത് ഒരു പേഴ്സണെ ഏൽപ്പിക്കും. അതാണ് നമ്മള് ഇക്വാലിറ്റി ടു ഗോഡ് തന്നെയാണ് ദൈവം. അപ്പം എനിക്ക് പറയാനുള്ളത് പോസിറ്റീവായിട്ട് തന്നെ എല്ലാം ചിന്തിച്ചിട്ട് അങ്ങ് ഇറങ്ങുക. നെഗറ്റീവായിട്ട് ഒന്നും ചിന്തിക്കണ്ട. എന്ത് സംഭവിക്കും അങ്ങനെ ഒന്നും വിചാരിക്കണ്ട. മോന് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടെന്ന് അവരോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. മോന് മാത്രമല്ല, ഒരു അമ്മയ്ക്കും അച്ഛനുണ്ടാകുന്ന എല്ലാ പ്രതീക്ഷകളും ഒക്കെ അവനിലാണ്. പക്ഷെ അവന് പാറി പറക്കണമെങ്കിൽ നമ്മൾ ഒരുപാട് പേരുടെ സഹായം വേണം. അതിനു വേണ്ടിയാണ് ഞാൻ ആ വീട്ടിൽ ചെന്നത്. എനിക്ക് സത്യമായിട്ട് ഇമോഷൻസൊക്കെ ആയിട്ട് ഞാൻ പിടിച്ചു നിന്നതാണ്. പിന്നെ പെട്ടെന്നൊന്നും കരയുന്ന പ്രകൃതി അല്ലാത്തതുകൊണ്ട് ഞാൻ അവരുടെ മുന്നിൽ അവർ പറയുന്നതൊക്കെ കേട്ട് അവരിൽ ഒരാളായി നിൽക്കാൻ എനിക്ക് സാധിച്ചു എന്നുള്ളത് വാസ്തവം. പക്ഷേ നന്നായിട്ട് നമുക്ക് വിഷമം വരും കേട്ടോ. കാരണം എന്ന് പറയുന്നത് ഈ പ്രായത്തിൽ മറ്റു കുഞ്ഞുങ്ങൾ പാറിപ്പറന്ന് നടക്കേണ്ടിടത്ത് അവൻ ആശുപത്രിക്കകത്ത് ഒതുങ്ങിപ്പോകുന്നത് അത് വല്ലാത്തൊരു വേദനയുള്ള കാര്യമാണ്. അത് കാണുന്നവർക്കും കേൾക്കുന്നവർക്കും മനസ്സിലാവുന്നതിനെക്കാട്ടിയും അത് അനുഭവിക്കുന്ന അമ്മയ്ക്കും അച്ഛനുണ്ടാകുന്ന വിഷമം അത് വളരെ വലുത് തന്നെയാണ്. പിന്നെ നന്ദപ്പന് പറ്റുന്ന എല്ലാ മോട്ടിവേഷനും നന്ദപ്പൻ കൊടുത്തു കേട്ടോ. സർജറി എന്താണ്, സർജറിയുടെ കഴിഞ്ഞ് മുന്നേ ഉള്ളതൊക്കെ അവൻ പറഞ്ഞു കൊടുത്തപ്പോൾ അമ്മൂന് കുറച്ച് ധൈര്യം കിട്ടിയേ. നന്ദപ്പൻ പിന്നെ അങ്ങനെയാണല്ലോ, ധൈര്യം കൊടുക്കാനങ്ങ് കൊണ്ട് കളഞ്ഞാൽ മതി. അയാള് ശുണ്ണിരിയാണല്ല, മൂക്കൊക്കെ കുത്തി ഇതിന്റെ ഇടയിൽ ഒളിച്ചത് ഞാൻ കണ്ടില്ല. ആണാ? ഒന്നും വരില്ല. ഈ അമ്മ ഇങ്ങനെ കരയാൻ തുടങ്ങിയ ശിശു എനിക്കിത് കാണുമ്പോ സങ്കടം വരും. എല്ലാരും കരയുന്നു, ഭയങ്കരമായിട്ട് കരയുന്നു. അങ്ങനെയൊന്നും പോവൂല. അവൻ ഓടി കളിക്കുന്ന കണ്ട് അവന്റെ കൂടെ കൈ പിടിച്ച് ഓടിയിട്ടേ പോവുള്ളൂ. കേട്ടോ? കേട്ടാ? ഇനി സുന്നരി കരയില്ലേ, നല്ല മൂക്കൂത്തിയൊക്കെ ഇട്ടിട്ട്. അയ്യേ എന്തൊരു കരച്ചിലിത്! നല്ല സുന്നരി. ഇത് ചൗന്നരി ഈ പ്രായത്തിലും അല്ലേ? സുന്ദരി കരയണ്ട കേട്ടാ? കേട്ടാ? നമ്മൾ വരുവേ ഇനിയും. കേട്ടാ? ഇനിയും വരും. അവന്റെ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കും. കേട്ടാ? നമ്മളുണ്ട് കൂടെ. കേട്ടാ? അതെ, തളർത്ത ഒരുപാട് പേരുണ്ടാവും. ഇനിയിപ്പം എന്താ പറയാ, കുറെ പേരുണ്ടാവും ഇനി ചുറ്റും നമ്മളെ വിഷമിപ്പിക്കാനായിട്ട്, കണക്കൊക്കെ ചോദിക്കാനായിട്ട് ഒരുപാട് പേര് വരും. തളർന്നു പോകരുത് കേട്ടാ. സ്ട്രോങ് ആയിട്ട് നിക്ക. നമ്മളുണ്ടാവും. നമ്പർ ഉള്ളോണ്ടല്ലേ എടാ കിഴങ്ങ നമ്മൾ ഇതുവരെ എത്തിയേ. എടാ നമ്പർ ഉള്ളോണ്ടല്ലേ വിളിച്ച്. അത് തന്നെ. അപ്പം ശരിയാ, തീർച്ചയായിട്ടും കാണാം. ഇവിടെ കണ്ടു തീരുന്നില്ല, ആശുപത്രിയിൽ ഉണ്ടാവും ഞാന്. കേട്ടാ? നമുക്ക് ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ആയിട്ട് ഞാൻ എപ്പോഴെപ്പോഴാ നമ്മളെ സഹായിക്കുന്നവരുടെ കണ്ണുമുന്നിൽ നമ്മൾ വീണ്ടും എത്തിക്കണം. അത് ഭയങ്കര ഒരു സത്യമാണ് അത് പറയപ്പെടുന്നത്. അവരുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും. കാര്യം അവര് പോയിട്ടില്ലല്ലോ, അവരെ നമ്മളിവിടെ പിടിച്ചു നിർത്തയില്ല. അപ്പൊ അവരുടെ മാക്സിമം അനുഗ്രഹം ഉണ്ടാവും. പോട്ടാ പോട്ടാ, വരാവേ ഞാന്. അപ്പൊ എല്ലാം കഴിഞ്ഞ് അവന് എന്നെ എല്ലാരും കാണാം എന്നുള്ള ഒരു അവസ്ഥ വരുമ്പോ ഞാൻ വരാം. അതായത് കുറച്ച് താമസിക്കും. കാര്യം എന്താണെന്നറിയോ, സർജറി കഴിഞ്ഞ ഉടനെ നമ്മൾ ആരെയും പോയി കാണാൻ പാടില്ല. നമ്മളുടെ ദേഹത്തൊക്കെ ഒരുപാട് അണുക്കളില്ലേ, അത് ഇവർക്കൊക്കെ വന്നുപോയാൽ ഭയങ്കര പാടാ. അപ്പൊ അതുകൊണ്ട് എല്ലാം കഴിഞ്ഞിട്ട് പതുക്കെ വന്ന് കാണാം. ഇതിനിടയ്ക്ക് ഞാൻ ആശുപത്രിയിലൊക്കെ പോകും കേട്ടോ. അപ്പൊ ഞാൻ സുന്ദരിയെ കുറിച്ച് അന്വേഷിക്കാം. പോട്ടാ? കിംസ് കിംസ്. അവേ കാണാവേ ഇനി. കേട്ടാ? ഇനി കാണാവേ. കേട്ടാ? എവിടെ പോണടാ? അങ്ങോട്ട് പോവില്ലേ? ഇങ്ങോട്ട് വാ നന്ദൂസേ. നന്ദേ ഇങ്ങോട്ട് വാ നന്ദേ. മറ്റേ ലിവറിന്റെ സ്കൂളിൽ പോകാൻ പാടില്ല.